Hello dear friends. Next, we can go to the fourth paragraph in the lesson Adventures in a Banyan Tree. We know the three paragraphs we have completed the last class. മൂന്ന് പാരഗ്രാഫ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? എന്തായിരുന്നു ആ മൂന്ന് പാരഗ്രാഫിൽ നമ്മൾ ക്ലാസ്സിൽ കണ്ടത്? യെസ്, ബനിയൻ ട്രീ. It was a place for the boy to sit and enjoy. ആ ബനിയൻ ട്രീയെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് തന്നു. The boy's friendship between a squirrel and the boy. ആ കുട്ടിക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ക്വിറലുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്. He enjoyed that friendship. അവൻ ആ ഫ്രണ്ട്ഷിപ്പുമായിട്ട് വളരെ എൻജോയ് ചെയ്തു, ഹാപ്പി ആയിരുന്നു. ആ ആൽമരത്തെക്കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷനൊക്കെ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ കിട്ടി. Now in the next paragraph, in the fourth paragraph, the boy is describing the birds and animals. ബേർഡ്സും ആനിമൽസും എങ്ങനെയാണ് ആ ബനിയൻ ട്രീൻ്റെ മുകളിൽ വളരെ ഹാപ്പി ആയിട്ട് കഴിയുന്നത്, അത് നമുക്ക് നോക്കാം. Now come to the next paragraph, fourth paragraph. In the spring season, when the banyan tree was full of small red figs, birds of all kinds would flock into its branches. The red-buttoned bulbul, cheerful and greedy, gossiping rosy pastures, and parrots and crows squabbling with each other. All the time, during the fig season, the banyan tree was the nicest place on the road. Now listen. In the spring, എന്താണ് സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ? വസന്തകാലം അല്ലേ? സ്പ്രിംഗ് സീസണിൽ when the banyan tree was full of small red figs. ഫിഗ്സ് എന്താ? അത്തിപ്പഴം അല്ലേ? ഫിഗ്സ്. ഈ ബനിയൻ ട്രീ സ്പ്രിംഗ് സീസണിൽ വസന്തകാലത്ത് നിറയെ പഴങ്ങളായിരിക്കും. ദെൻ ആ സമയത്ത് ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ് വുഡ് ഫ്ലോക്ക് ഇൻ ടു ഇറ്റ്സ് ബ്രാഞ്ചസ്. ഫ്ലോക്ക് എന്താ? ഫ്ലോക്ക് വിൽ ബി കമ്മിങ് ഇൻ ടു ഗ്രൂപ്പ്. അവർ വളരെ ഒന്നിച്ച് ഗ്രൂപ്പായിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ ബ്രാഞ്ചിലേക്ക് വന്നിട്ട് ആ മരത്തിൻ്റെ കൊമ്പിലേക്ക് വന്നിട്ട് ഇരിക്കും. എന്നിട്ടോ ആരൊക്കെയാ വരാം? The red-buttoned bulbul, cheerful and greedy, വളരെ ഹാപ്പി ആയിട്ട് ഗ്രീഡി ആയിട്ട് അഹങ്കാരത്തോടു കൂടി എന്ത് ചെയ്യും? അവിടെ വന്നിരിക്കും. എന്നിട്ടോ gossiping rosy pastures. ഗോസിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നുണ പറഞ്ഞ് നടക്കുന്നതിനെയാണ് ഗോസിപ്പ് എന്ന് പറയാം. കഥകൾ മെനിഞ്ഞുണ്ടാക്കി സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ആരാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ബേർഡ്സ്, റോസി പാസ്റ്റേഴ്സ്, മൈന പോലെയുള്ള ബേർഡ്സ് ഒക്കെ എന്ത് ചെയ്യും? ആ മരത്തിൻ്റെ ചില്ലയിൽ വന്നിരിക്കും. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ദേ ആർ വെരി ഹാപ്പി അറ്റ് ദാറ്റ് ടൈം. പാരറ്റ്സ് ആൻഡ് ക്രോസ്, പാരറ്റ്സും ക്രോസും വന്നിട്ട് all the different types of birds will be coming into the branches and sitting on the branches of the banyan tree. banyan tree ന്റെ മുകളിൽ എപ്പോൾ വന്നിരിക്കും? ഡ്യൂറിങ് ദ ഫിഗ് സീസണിൽ. ഇൻ ദ സ്പ്രിംഗ് സീസൺ, വസന്തകാലത്ത് ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടാവുന്ന ആ ഒരു ടൈമിൽ ഫിഗ് സീസണിൽ എന്ത് ചെയ്യും? ഓൾ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബേർഡ്സ് ആൻഡ് ആനിമൽസ് വിൽ ബി കമ്മിങ് ആൻഡ് സിറ്റിംഗ് ആൻഡ് ദേ ആർ വെരി ഹാപ്പി. ദേ വിൽ ബി ടോക്കിംഗ് ഈച്ച് അതർ, ദേ വിൽ ബി സിംഗിങ് themselves. Okay. Squabbling with each other. Squabble, quarrel. തർക്കിച്ചുകൊണ്ടേയിരിക്കും. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലച്ചുകൊണ്ടേയിരിക്കും. During this season, this fig season, the banyan tree was the noisiest place on the road. ആ റോഡ് സൈഡിൽ എന്താണ്? It was the noisiest place. നല്ല സൗണ്ട് ഉള്ള ഒരു ടൈമാണ് എന്ത്? ഫിഗ് സീസൺ. Okay. Now what happened in the next for this boy? Come to the next paragraph. Halfway up the tree, I had built a small platform on which I would often spend the afternoons. When I wasn't too hot, I could read the
propping myself against the ball of the tree with cushions taken from the drawing room. Treasure Island, Huckleberry Finn, The Mowgli Stories, and the novels of Edgar Rice Burroughs and Louisa May Alcott made up my bag of very mixed reading. Okay. What is this next paragraph about? എന്താണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്? This boy made a platform on the branch of the tree. ട്രീയുടെ ബ്രാഞ്ചിൽ എന്ത് ചെയ്തു? ഒരു പ്ലാറ്റ്ഫോം, ഒരു കുഷ്യനൊക്കെ വെച്ചിട്ട് ഇരിക്കാനുള്ള ഒരു സൗകര്യം അവന് ചെയ്തു. എന്നിട്ട് അവൻ എന്ത് ചെയ്യും? He will be sitting on the platform and he will be reading books. അവിടെ ഇരുന്നിട്ട് വളരെ സുഖമായിട്ട് ആഫ്റ്റർനൂൺ ടൈമിൽ അവൻ എന്ത് ചെയ്യും? He will be reading books. പല ടൈപ്പിലുള്ള ബുക്കുകൾ, നോവലുകൾ വായിച്ച് അവന് തീർക്കാറുണ്ടായിരുന്നു. ഇത്രക്കും എൻജോയ് ചെയ്യാറുണ്ടായിരുന്നു ആ ഒരു പ്ലേസ്. Now listen. Halfway up the tree, I had built a small platform on which I would often spend the afternoons when it wasn't too hot. Hot അല്ലാത്ത സമയത്ത്, അത്രക്കും ചൂടില്ലാത്ത സമയത്ത് ഒരു ആഫ്റ്റർനൂൺ ടൈമിൽ എന്ത് ചെയ്യും? I will be sitting on the platform I had built. ഞാൻ നിർമ്മിച്ചുണ്ടാക്കിയ ആ ഒരു പ്ലാറ്റ്ഫോം, ആ ഒരു കുഷനൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു സീറ്റ്, അവിടെ ഞാൻ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ആഫ്റ്റർനൂൺ ടൈമിൽ ഞാൻ അവിടെ സ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നു. എന്നിട്ടോ ഞാൻ എങ്ങനെ സ്പെൻഡ് ചെയ്യും? ഐ കുഡ് റീഡ് ഞാൻ അവിടുന്ന് വായിക്കും. propping myself against the bole of the tree with cushions taken from the drawing room. എൻ്റെ ഡ്രോയിങ് റൂമിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന കുഷ്യൻ വെച്ചിട്ട് ഞാൻ അവിടെ ചാരി ഇരുന്ന് ബുക്ക് വായിക്കാറുണ്ടായിരുന്നു. ഏതൊക്കെ ബുക്സാണ് ഞാൻ വായിക്കാറുണ്ടായിരുന്നത്? ട്രഷർ ഐലൻഡ് എന്ന് പറയുന്ന ബുക്ക് വായിക്കാറുണ്ട്. ഹക്കിൾബെറി ഫിൻ, ദ മൗഗ്ലി സ്റ്റോറീസ് ആൻഡ് ദ നോവൽസ് ഓഫ് എഡ്ഗർ റൈസ് ബറോസ്, ലൂയിസ മേ ആൽക്കോട്ട് മേഡ് അപ്പ് മൈ ബാഗ് ഓഫ് വെരി മിക്സ്ഡ് റീഡിങ്. ഇതൊക്കെ ഞാൻ അവിടുന്ന് വായിച്ച് തീർത്ത ബുക്കുകളാണ്. ഇതെല്ലാം വളരെ ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ ആ ഒരു ഫ്രഷ് എയർ കിട്ടി. ഈ ബേർഡ്സിൻ്റെയും ആനിമൽസിൻ്റെ ഒക്കെ സൗണ്ട് കേട്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ഈ ബുക്സൊക്കെ ഞാൻ അവിടെ ഇരുന്ന് വായിക്കാറുണ്ടായിരുന്നു. Now, the next paragraph. Come. Look at the next paragraph. When I did not feel like reading, I could look down through the banyan leaves at the world below, at grandmother hanging up or taking down the washing, at the cook quarreling with fruit vendor, or at grandfather grumbling at the hardy Indian marigold which insisted on springing up all over his very English garden. Usually nothing very exciting happened while I was in the banyan tree. But on one particular afternoon, I had enough excitement to last me through the summer. Listen, the next paragraph. When I did not feel like reading, വായിക്കണം എന്ന് തോന്നാത്ത സമയത്ത്, എനിക്ക് ഇന്ന് വായിക്കണ്ട എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും? അന്നും ഞാൻ എന്ത് ചെയ്യും? I will be going and sitting on that branch. ഞാൻ ആ ബ്രാഞ്ചിൻ്റെ മുകളിൽ ഇരിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ പണി എന്താ? I could look down through the banyan leaves. banyan leavesൻ്റെ ഉള്ളിലൂടെ ഞാൻ എന്ത് ചെയ്യും? നോക്കും. at the world below. താഴെ കാണുന്ന ആ ബ്യൂട്ടി, ആ ഒരു ലോകം. പിന്നെ താഴെ കാണുന്ന ഒരു ബ്യൂട്ടി ഞാൻ നോക്കും. ആൻഡ് ഗ്രാൻഡ് മദർ, പിന്നെ ഞാൻ ഗ്രാൻഡ് മദറിലേക്ക് നോക്കി. ഗ്രാൻഡ് മദർ എന്താ ചെയ്യുന്നത്? ഗ്രാൻഡ് മദറിൻ്റെ ജോലി എന്താ? ഹാങ്ങിങ് അപ്പ് ഓർ ടേക്കിംഗ് ഡൗൺ ദ വാഷിംഗ്. അലക്കിയിട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ അലക്കി ഇടുന്നതും അതെടുത്ത് കൊണ്ടുപോകുന്നതും ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അറ്റ് ദ കുക്ക്, പിന്നെയോ കുക്കിനെ ഞാൻ നോക്കാറുണ്ട്. വീട്ടിലുള്ള കുക്ക് എന്ത് ചെയ്യും? കോർലിംഗ് വിത്ത് ദ ഫ്രൂട്ട് വെൻഡർ. ഫ്രൂട്ട് സെല്ലർ, വെൻഡർ മീൻസ് seller. Fruit vendor, seller. ഫ്രൂട്ട് വിൽപ്പനക്കാരൻ അല്ലേ? പഴം വിൽക്കുന്ന ആളുമായിട്ട് ഗ്രാൻഡ് മദർ തർക്കിക്കുന്നതും
ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അതേപോലെ അറ്റ് ഗ്രാൻഡ് ഫാദർ ഗ്രംബ്ലിംഗ് അറ്റ് ദ ഹാർഡി ഇന്ത്യൻ മാരിഗോൾഡ് വിച്ച് ഇൻസിസ്റ്റഡ് ഓൺ സ്പ്രിങ്ങിങ് അപ്പ് ഓൾ ഓവർ ഹിസ് വെരി ഇംഗ്ലീഷ് ഗാർഡൻ. ആ ഗാർഡനിലുള്ള ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ്, മാരിഗോൾഡ് ഒക്കെ ഗാർഡനിൽ നിറഞ്ഞു നിൽക്കുന്നതൊക്കെ നോക്കി നിൽക്കുന്ന നമ്മുടെ ഗ്രാൻഡ് ഫാദറിനെയും ഞാൻ എന്ത് ചെയ്യാറുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് ഇങ്ങനെ പതുക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ഗ്രാൻഡ് ഫാദറിനെയും ഞാൻ ആ ബനിയൻ ട്രീയുടെ മുകളിൽ നിന്ന് നിരീക്ഷിക്കാറുണ്ടായിരുന്നു. ദെൻ യൂഷ്വലി നത്തിങ് വെരി എക്സൈറ്റിംഗ് ഹാപ്പൻഡ്. സാധാരണയായിട്ട് വലിയ പ്രത്യേകതകളൊന്നും സംഭവിച്ചില്ല. വൈൽ ഐ വാസ് ഇൻ ദ ബനിയൻ ട്രീ, അങ്ങനെ വളരെ നോട്ടീസബിൾ ആയിട്ടുള്ളതൊന്നും അതുവരെ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഓൺ എ പെർട്ടിക്കുലർ ആഫ്റ്റർനൂൺ, ഒരു ആഫ്റ്റർനൂണിൽ ഐ ഹാഡ് ഇനഫ് എക്സൈറ്റ്മെൻറ്റ്, വളരെ ആകാംക്ഷയുള്ള ഒരു സംഭവം നടന്നു. ടു ലാസ്റ്റ് മീ ത്രൂ ദ സമ്മർ. ആ സമ്മറിനെ ലാസ്റ്റ് ചെയ്യുന്ന രീതിയിൽ എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം, വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ അന്ന് ഒരു ആഫ്റ്റർനൂണിൽ എനിക്ക് ഉണ്ടായി. എന്തായിരിക്കാം ആ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ? ആ ബനിയൻ ട്രീയുടെ മുകളിലിരുന്ന് നിരീക്ഷിച്ച ഞാൻ കണ്ട ഒരു അനുഭവം ആ കുട്ടി അടുത്ത പാരഗ്രാഫിൽ വിശദീകരിക്കുക. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് ഈസ് ദാറ്റ് എക്സ്പീരിയൻസ്. ഓക്കെ, we can go to the next paragraph. What may be that incident? എന്തായിരിക്കാം ആ ഒരു ഇൻസിഡൻറ്റ്? Look, that was the time I saw a mongoose and a cobra fight to death in the garden while I sat directly above them in the banyan tree. Listen, that was the time I saw a mongoose and a cobra fight to death in the garden. ആ സമയത്തായിരുന്നു ഒരു കോബ്രയും മംഗൂസും തമ്മിൽ ഫൈറ്റ് ചെയ്യും. വൈൽ ഐ സാറ്റ് ഡിറക്ട്ലി അബവ് ദം ഇൻ ദ ബനിയൻ ട്രീ. ഞാൻ ആ ബനിയൻ ട്രീയുടെ മുകളിൽ ഇരിക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്ത് മരിക്കുന്ന ഒരു സീൻ എനിക്ക് കാണാനിടയായി. ഹൗ വാസ് ദ ഫൈറ്റ്? എങ്ങനെയായിരിക്കാം ആ ഒരു ഫൈറ്റ്? ഹി ഈസ് ഡിസ്ക്രൈബിംഗ് ഇൻ ദ നെക്സ്റ്റ് പാരഗ്രാഫ്. ലുക്ക് ദ നെക്സ്റ്റ് പാരഗ്രാഫ്. It was an April afternoon, and the warm breezes of approaching summer had sent everyone, including grandfather, indoors. I was feeling drowsy myself and was wondering if I should go to the pond behind the house for a swim, while I saw a huge black cobra gliding out of a cactus and making for some cooler part of the garden. At the same time, a mongoose, whom I had often seen, emerged from the bushes and went straight for the cobra. Listen, അത് എന്നാ സംഭവിച്ചത്? It was in April afternoon, and the warm breezes of approaching summer had sent everyone, including grandfather, indoors. ഒരു ഏപ്രിൽ ആഫ്റ്റർനൂൺ, ദ വാം ബ്രീസസ് ഓഫ് അപ്രോച്ചിങ് സമ്മർ, അതായത് സമ്മർ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കും, വരുന്നേ ഉള്ളൂ, തുടക്കത്തില്ല, സമ്മറിൻ്റെ തുടക്കത്തിൽ. ആ ബ്രീസ്, വാം ബ്രീസ്, ഒരു ഇളങ്കാറ്റുള്ള സമയത്ത്, ആ ഒരു ഇളങ്കാറ്റുള്ള സമയത്ത് ഇൻക്ലൂഡിങ് ഗ്രാൻഡ് ഫാദർ ഇൻഡോസ്, എല്ലാവരും ഉള്ളിലേക്ക് വലിയുന്നൊരു സമയം, അതായത് ആഫ്റ്റർനൂണിൽ വീട്ടിൻ്റെ ഉള്ളിൽ പോയിട്ടൊന്ന് കിടന്നുറങ്ങാൻ എന്ന് ഫീൽ ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഐ വാസ് ഫീലിംഗ് ഡ്രൗസി. എനിക്ക് ഒരു മയക്കം, ഡ്രൗസി എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുന്ന നമുക്കൊരു ഫീലിംഗ്, സ്ലീപ്പി ഇല്ലേ, ഒരു ഉറക്കം ഫീലിംഗ്, ആ ഒരു എനിക്കിങ്ങനെ ഒരു മയക്കം വന്ന് കൂടെ തുടങ്ങിയ സമയത്ത് myself and was wondering if I should go to the pond behind the house for a swim. ഞാൻ ആ ഒരു പോണ്ടിൽ, ആ ഒരു താഴെയുള്ള കുളത്തിൽ പോയിട്ട് ഞാനൊന്ന് നീന്തിയാലോ അല്ലെ ഒന്ന് കുളിച്ചാലോ എന്നൊക്കെ ഞാനൊന്ന് ചിന്തിക്കുന്ന സമയത്ത് while I saw a huge black cobra gliding out of a clump of cactus. ആ സമയത്ത് ഞാൻ താഴെ പോയി പോണ്ടിൽ പോയിട്ട് ഞാനൊന്ന് കുളിച്ചാലോ അല്ലെങ്കിൽ ഒന്ന് നീന്തിയാലോ എന്ന് തോന്നിയ സമയത്താണ് ഞാൻ എന്ത് കണ്ടത്? എ ഹ്യൂജ് ബ്ലാക്ക് കോബ്ര. ബ്ലാക്ക് കോബ്ര എന്ത് ചെയ്തു?
ഗ്ലൈഡിങ് ഔട്ട് ഓഫ് എ ക്യാക്ടസ്, ക്ലംബ് ഓഫ് ക്യാക്ടസ്. കള്ളിച്ചെടിയുടെ കൂട്ടത്തിൽ നിന്ന് എന്ത് ചെയ്തു? ഒരു വലിയൊരു സർപ്പം, ഒരു കോബ്ര എഴഞ്ഞിങ്ങനെ വരുന്നു, ഗ്ലൈഡ് ചെയ്തു. Then when I saw a huge black cobra gliding out of a clump of cactus and making for some cooler part of the garden. അതെന്താ? ഒരു തണുപ്പുള്ള സ്ഥലം നോക്കി ഇങ്ങനെ വരികയാണ്. അറ്റ് ദ സെയിം ടൈം, ഒരേ സമയത്ത്, സിമൾട്ടേനിയസ്ലി എന്നൊക്കെ പറയാറുണ്ട്. രണ്ട് സംഭവം ഒരേ സമയത്ത് നടക്കുന്നതിന് നമുക്ക് എന്ത് പറയാം? സിമൾട്ടേനിയസ്ലി എന്ന് പറയാറുണ്ട്. സോ അതേ സമയത്ത് തന്നെ എന്ത് സംഭവിച്ചു? എ മംഗൂസ് whom I had often seen. ഞാൻ പലപ്പോഴും ആ ഒരു പ്രദേശത്ത്, ആ ഒരു ബനിയൻ ട്രീയുടെ താഴെ കാണാറുള്ള ഒരു മംഗൂസ്. മംഗൂസ് ആരാ? യെസ്, ദിസ് ഇസ് മംഗൂസ്. emerged from the bushes. ബുഷിൽ നിന്ന് എന്ത് ചെയ്തു? ഒരു കീരിയും പാമ്പും എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ? നല്ല ഫ്രണ്ട്സ് ആണോ അവര്, കീരിയും പാമ്പും? അല്ല. ഇനി എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. ആൻഡ് ദിസ് mongoose went straight for the cobra. വളരെ സ്ട്രെയിറ്റ് ആയിട്ട്, ഫേസ് ടു ഫേസ് ആയിട്ട് എന്ത് ചെയ്തു? ഈ ഒരു കോബ്രയും മംഗൂസും വന്നിട്ട് നിന്നു. മുഖം നോക്കിയിട്ട് അവർ നിന്നു. പിന്നെന്താ സംഭവിക്കുന്നത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ? പക്ഷേ അതിൻ്റെ ഫൈനൽ എന്താണെന്ന് നെക്സ്റ്റ് പാരഗ്രാഫിൽ നോക്കാം. ഓക്കെ, കം. In a clearing beneath the tree, in bright sunshine, they came face to face. അവർ ഫേസ് ടു ഫേസ് ആയിട്ട് ഇങ്ങനെ നിന്നു. നെക്സ്റ്റ്, Cobra knew only too well that the grey mongoose, 3 feet long, was a superb fighter, clever and aggressive. But the cobra was skillful and experienced fighter too. He could move swiftly and strike with the speed of light. And the sacs behind his long, sharp fangs were full of deadly venom. Cobra knew too well that the grey mongoose, grey colorulla mongoose, 3 feet long, avinte neelatrayam 3 feet, was a superb fighter. കോബ്രക്ക് അറിയാം എന്ത്? മംഗൂസ് നല്ല ഫൈറ്റർ ആണെന്ന്. എന്നോട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവന് നല്ല ക്ലവർ ആൻഡ് അഗ്രസീവ്, വളരെ അഗ്രസീവായിട്ടുള്ള നല്ലൊരു വാരിയറാണ്, നല്ലൊരു യോദ്ധാവാണ് അവന് എന്ന് ആർക്കറിയാം? കോബ്രക്ക് അറിയാം. എന്നോട് ഫൈറ്റ് ചെയ്ത് അങ്ങനെ പരാജയപ്പെട്ടു പോകുന്ന ഒരാളൊന്നും അല്ല ആര്? മംഗൂസ് എന്ന് ആ ഒരു പാമ്പിന് അറിയാമായിരുന്നു. ബട്ട് ദ കോബ്ര വാസ് സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ ടു. കോബ്രയും ആരാണ്? വളരെ സ്കിൽഫുൾ ആണ്, അതേപോലെ എക്സ്പീരിയൻസ്ഡ് ആണ്. ഫൈറ്റ് ചെയ്ത് നല്ല അനുഭവങ്ങളുള്ള നല്ല യോദ്ധാവ് തന്നെയാണ് ആര്? കോബ്രയും. ഹി കുഡ് മൂവ് സ്വിഫ്റ്റ്ലി ആൻഡ് സ്ട്രൈക്ക് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. അവന് എന്ത് ചെയ്യാം? ലൈറ്റിന്റെ സ്പീഡിൽ വളരെ ഫാസ്റ്റ് ആയിട്ട്, സ്വിഫ്റ്റ്ലി എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? മൂവ് ചെയ്യാൻ കഴിവുള്ളതാണ് ആര്? കോബ്രയും. ആൻഡ് ദ സാക്സ് ബിഹൈൻഡ് ഹിസ് ലോങ് ഷാർപ്പ് ഫാങ്സ്. അവനൊരു ഫാങ്സ് ഉണ്ട്, ടീത്ത് അല്ലേ? ഫാങ്സ് എന്ന് പറഞ്ഞാൽ ടീത്ത്. ആ ടീത്തിന്റെ ബാക്കിൽ സാക്ക് ഉണ്ട്. സാക്ക് എന്ന് പറഞ്ഞാൽ ബാഗ് അല്ലേ? വിഷസഞ്ചി. വിഷസഞ്ചിയിൽ എന്താണ്? ഇറ്റ് ഈസ് ഫുൾ ഓഫ് പോയ്സൺ. ഈ പാമ്പിൻ്റെ ബാക്കിലുള്ള വിഷസഞ്ചിയിൽ ഇറ്റ് ഈസ് ഫുൾ ഓഫ് വെനം, ഫുൾ ഓഫ് ഡെഡ്ലി വെനം. മരണത്തിന് തുല്യമായിട്ടുള്ള പോയ്സൺ നിറച്ച ഒരു വിഷസഞ്ചിയാണ് ആരുടെ കയ്യിലുള്ളത്? ഈ ഒരു കോബ്രയുടെ അടുത്തുള്ളത്. സോ ദീസ് 2 ഫൈറ്റേഴ്സ്, ഈ 2 ഫൈറ്റേഴ്സും എന്താണ്? ദേ വർ ദ സൂപ്പർബ് ഫൈറ്റേഴ്സ്. രണ്ടുപേരും നല്ല യോദ്ധാക്കളായിരുന്നു. അവർ തമ്മിലുള്ള ഫൈറ്റ് എങ്ങനെയാവാം? എന്നിട്ട് ഫൈനൽ ആരാണ് വിജയിച്ചത്? എന്ത് സംഭവിച്ചു അവരുടെ ഫൈറ്റിങ്ങിൽ? എങ്ങനെ അവർ വിജയിച്ചു? That we can see in the next class. Okay, now these paragraph we have completed. ഇത്രയും പാരഗ്രാഫ്സ് ആണ് നമ്മൾ ഇന്ന് ക്ലാസ് എടുത്തത്. ഞാൻ ഇന്ന് ക്ലാസ് എടുത്ത ഈ പാരഗ്രാഫ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യും? നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കാം. സോ
Then after that, you have to try to answer the question answers. എത്ര question answer ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്? Had completed 3 question answers in the last class. Now we can go to the fourth question. Look at the fourth question. How was the banyan tree the noisiest place during the fig season? വളരെ എളുപ്പമാണ് അല്ലേ? ഫിഗ് സീസണിൽ ഫ്രൂട്ട്സ് ഉണ്ടാവുന്ന ഒരു സീസണിൽ, സ്പ്രിംഗ് സീസണിൽ എങ്ങനെയാണ് ബനിയൻ ട്രീ ഒരു നോയ്സസ്റ്റ് പ്ലേസ് ആയത്? എങ്ങനെയാ? അപ്പൊ നമ്മൾ ആൻസർ അങ്ങനെ തുടങ്ങും. The banyan tree was the noisiest place during the fig season because different birds and animals came to the banyan tree to eat the figs. They are mainly bulbul, rosy pastors, parrots and crows. These birds and animals made different noises. Okay. The next question. Fifth question. How did the boy make the spring season exciting for himself? വളരെ എക്സൈറ്റഡ് ആയിട്ട്, വളരെ ആകാംക്ഷയുള്ള ഒരു സീസൺ ആയിട്ട് അവന് തോന്നിയത് എന്തുകൊണ്ടാണ്? എങ്ങനെയായിരുന്നു ആ ഒരു പ്ലേസ് അവന് എൻജോയ് ചെയ്തത്? ഓക്കെ. ദ ബോയ്, ആൻസർ ശ്രദ്ധിക്കുക. ദ ബോയ് ബിൽറ്റ് എ പ്ലാറ്റ്ഫോം ഓൺ ദ ബനിയൻ ട്രീ ആൻഡ് ഹി സ്പെൻഡ് ദ ആഫ്റ്റർനൂൺ ദ റീഡിംഗ് ബുക്സ് and observing the things around them. ഒരു പ്ലാറ്റ്ഫോം ആ ഒരു ബനിയൻ ട്രീയുടെ മുകളിൽ അവൻ ബിൽഡ് ചെയ്തു. എന്നിട്ടോ അവൻ്റെ ആഫ്റ്റർനൂൺ എങ്ങനെയാ അവന് സ്പെൻഡ് ചെയ്ത്? റീഡിങ് ബുക്സ്, ബുക്ക് വായിച്ചുകൊണ്ടും അവിടെ നടക്കുന്ന സംഭവങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടും അവൻ എന്ത് ചെയ്തു? ആ ഒരു ടൈം അവന് സ്പെൻഡ് ചെയ്തു. ഓക്കെ. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ. What was the incident that triggered a long-lasting excitement for the boy in the summer? Long-lasting excitement feel ചെയ്യുന്ന ഒരു ഇൻസിഡന്റ് എന്തായിരുന്നു? എന്തായിരുന്നു ആ ഇൻസിഡന്റ്? It was a fight between a black cobra and a mongoose. Next question. How did the cobra regard the Next question.